അല്ല സാറേ മീറ്റിംഗ് ഉണ്ട്. ഞാൻ വീട്ടിൽ ചെറിയൊരു അത്യാവശ്യമായി പോയതുകൊണ്ട് അതാ. ഇല്ലില്ല, കുഞ്ഞിനെ ഒന്ന് ട്യൂഷൻ ക്ലാസ്സിൽ അവിടെ സാറിന് അവിടെ ഒന്ന് പോകേണ്ട ആവശ്യം വന്നു. ഇല്ലില്ല, മീറ്റിംഗ് ഉണ്ട്. ഞാൻ ചെല്ലു സാർ, ഉടനെ ഉണ്ടോ? ഓക്കെ സാർ, ഓക്കെ. അപ്പൂക്കുട്ട സാർ, നീ എന്തോ പരിപാടി ഇടി കാണിച്ചേ? എന്നൊന്ന് വിളിച്ചൂടെ നിനക്ക്? എന്തിന്? എടി, എനിക്ക് പോയിട്ട് മീറ്റിംഗ് ഉണ്ട്. ഇപ്പൊ അപ്പുക്കുട്ട സാർ എന്നെ ഇങ്ങോട്ട് വിളിച്ചോണ്ട് ഞാൻ ഉണർന്നു. ഇത്ര നാളും പോയിട്ടൊരു കാര്യം നടന്നില്ലല്ലോ. ഇന്ന് പോകണ്ട. അയ്യോ, ഇലക്ഷൻ വരാൻ പോണ്. അടിയന്തര മീറ്റിങ്ങുകൾ പലതും നടത്തേണ്ടതുണ്ട്. ഇലക്ഷൻ വരും പോകും. ക്ലീറ്റോ ഇന്ന് പോവില്ല, അത്രേ ഉള്ളൂ കാര്യം. നീ കളിക്കാതെ എന്റെ മുണ്ട് ഷർട്ടും തേച്ചിടങ്ങോട്ട്. ക്ലീറ്റോനെ മുണ്ട് ഷർട്ടൊന്നും ഞാനവിടെ കണ്ടില്ലേ? ക്ലീറ്റോ, ഒരു കാര്യം ഞാൻ പറയാം, മുണ്ട് ഷർട്ട് അവിടെ ഇല്ല, അതല്ല പ്രശ്നം. ക്ലീറ്റോ ഇന്ന് പോവണ്ട. എന്ത്, നിനക്ക് കെട്ടിയവനോട് സ്നേഹം തോന്നണ? നീ ഒരു കാര്യം ചെയ്യും, എന്നെ ആ ചില്ലും കൂട്ടിനകത്ത് കയറ്റി ഇരുത്തിയിട്ട് നീ എന്നെ ഇങ്ങനെ കണ്ടോണ്ടിരിക്കും. ഇന്ന് പോയിട്ടുണ്ടെങ്കിൽ ചില്ലുകൂടിലിരിക്കേണ്ടി വരും. എന്റെ ക്ലീറ്റോ ലില്ലി രാവിലെ വന്ന് കരഞ്ഞോണ്ട്. എന്ത്, അവക്ക് എന്ത് പ്രശ്നം? സ്വപ്നം കണ്ടെന്ന്. അവള് സ്വപ്നം കണ്ടതിനിപ്പോ ഞാൻ എന്ത് വേണം? ക്ലീറ്റോന് എന്താ അപകടം പറ്റി ആശുപത്രി കിടക്കുന്ന സ്വപ്നം പറ്റി അവള് കണ്ടത് വെളുപ്പാങ്കാലത്ത്. അത് ഫലിക്കൂലേ? അവള് കാണണ്ട, നമുക്ക് കൊച്ചിലേ ഇത് തന്നെ സ്വപ്നം കാണല് തന്നെ. അത് അവൾക്കൊരു അസുഖമാണ്. അത് കുഴപ്പമില്ല, എന്നാ എന്തായാലും പോണ്ട. നീ മര്യാദക്ക് ഒരു തേച്ച് വെക്കുക. തേക്കാൻ ഷർട്ട് കണ്ടില്ല ഞാൻ. നീ കാണൂലടി, നീ ഒന്നും കാണൂല. എന്തായാലും ഒരു അന്ധവിശ്വാസം, അതും അങ്ങ് അതിന്റെ പറയാ. ക്ലീറ്റോ ഇന്ന് പോണ എനിക്കൊന്ന് കാണണമല്ലോ. അയ്യോ, പിന്നെ നീയല്ലേ എന്റെ കാര്യങ്ങൾ തീരുമാനിക്കണം. എന്താ പറ്റണത്? അപ്പൊ അങ്ങനെയാ. ഇനി ഞാൻ ഇവിടെ നിൽക്കാൻ പോണ്. ഇവിടെ കുറച്ച് സമയം നിൽക്കുമ്പോഴേ സ്വസ്ഥതയില്ല മനുഷ്യന്. ഞാനേ ഡ്രസ് ഇരിക്കണ അലമാര പൂട്ടി താക്കോല് മാറ്റി. തങ്കം, വിടരുതേ. അതെ, എന്ത് കരുതിക്കുട്ടിയുള്ള പരിപാടിയാണോ? എന്ത്? അലമാരയുടെ താക്കോൽ എവിടെ? ഞാൻ കണ്ടില്ല. ഇങ്ങോട്ട് നോക്കണേ, താക്കോൽ എവിടെയെന്ന്. ഞാൻ കണ്ടില്ല. നീ അറിയാതെ ഈ വീട്ടിലെ ഒരു വസ്തുവും ചലിക്കൂല. ഇതിപ്പോ ചലിച്ചു, എനിക്കറിയാൻ പാടില്ല. ഞാൻ കണ്ടില്ല. തന്റെ താക്കോല് തരാനാണ് പറഞ്ഞത്. എനിക്കറിയില്ല എന്നാണ് ഞാൻ പറഞ്ഞത്. നീ മനഃപൂർവ്വം എടുത്ത് മാറ്റി വെച്ചല്ലേടി? അതെ, മനഃപൂർവ്വം മാറ്റിയതാ. അത് ശരി. ക്ലീറ്റോന്റെ ഷർട്ടെല്ലാം അലമാരുടെ ഉള്ളിലുണ്ട്. അത് വെച്ച് പൂട്ടി താക്കോല് ഞാൻ മാറ്റി. ഇനി എങ്ങനെ പോകും? പിന്നെ ഒരു ദിവസം നിങ്ങൾക്ക് വീട്ടിലിരിക്കാൻ പറ്റൂലേ? എനിക്ക് ഒരു ദിവസം, ഞാൻ ഒരു മണിക്കൂർ പോലും ഈ വീട്ടിൽ ഇരുന്നാൽ ശരിയാവില്ല. ഇന്നത്തെ ദിവസം അങ്ങനെയാണ്. പുറത്തോട്ട് ഇറങ്ങിയാലേ ശരിയായി വരുന്നത്. അത് നീ അങ്ങനെ പറഞ്ഞു. അത്യാവശ്യം എന്താ നിങ്ങൾക്ക്? ഭരണ ഇലക്ഷൻ ഇനിയിപ്പോ ഞങ്ങൾ പാർട്ടി 5 വർഷം ഭരണത്തിൽ കയറാനുള്ളതാണ്. അപ്പം ചെയ്യേണ്ട കുറെ കാര്യങ്ങളുടെ തീരുമാനം എടുക്കാനുള്ളതാണ്. ആ മുറിക്കകത്ത് കയറിയുന്ന തീരുമാനം എടുത്തോ? തങ്കം, അടിയന്തര മീറ്റിംഗ് ആണ്, എനിക്കൊന്ന് നടത്തിയേ പറ്റൂ. ഇപ്പൊ ക്ലീറ്റോ അടിയന്തര മീറ്റിംഗിന് പോയിട്ടുണ്ടെങ്കിൽ ഒരു മാസം കഴിയുമ്പോൾ ക്ലീറ്റോന്റെ അടിയന്തര ഇവിടെ നടത്തും. തരൂല്ല. ക്ലീറ്റോ പോകണ്ട. എന്ത് പറ്റും? എനിക്കറിയാം എന്ത് ചെയ്യണം. പിന്നെ കാണാലോ. അല്ല പിന്നെ മീറ്റിംഗ് ചാവാനും പേടില്ലാത്ത മനുഷ്യനുണ്ടോ? എന്റെ അടുത്താണ് കളിക്കണം. എപ്പോ നോക്കിയത് പാർട്ടി ചത്ത കഴിയുമ്പോ പാർട്ടിയും കൂടെ കൊണ്ട് തരും. ഒരു റീത്തും തരും, ഒരു പുറത്തും അങ്ങ് പതിപ്പിക്കും. ബാക്കിയുള്ളവനെ ആരും ഇല്ലാണ്ടാവണത്.